ഇന്നത്തെ വീഡിയോ ഈ ഒരു വണ്ടിയുടെ ഫുള്ള് പെയിൻറ്റിങ്ങിൻ്റെ പ്രോസസ്സ് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമുക്കിപ്പം ചെയ്യാനുള്ളത് പെയിൻറ്റിങ് ആണ്. അതിനു വേണ്ടി ആദ്യം നമ്മൾ ആ ഒരു വിൻഡോൻ്റെ ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ ഫിക്സ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് പീസ് ഒട്ടിക്കുന്നതിന് മുന്നേ തന്നെ അത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഫിലിം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, സ്ക്രാച്ച് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓൾറെഡി അതിനകത്ത് ഉണ്ടായ ഫിലിം തന്നെ, പക്ഷേങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചതിന് ശേഷം പുറത്തേക്കൂടെ ഒന്നുകൂടി അത് ഒട്ടിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അത് ആദ്യം തന്നെ റിമൂവ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പെയിൻറ്റിങ്ങിന് മുന്നേ നമുക്ക് ആദ്യം ഈ സൈഡിൽ വരുന്ന ഗ്ലാസും അതുപോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസ് ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് ഉള്ളിൽ കർട്ടനും പെയിൻ്റ് ആവും. അപ്പം ആ ഒരു ഏരിയ, ഗ്ലാസിൻ്റെ ഏരിയ മൊത്തത്തിൽ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഗ്ലാസ് മൊത്തത്തിൽ പെയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ഗ്ലാസ് ഉള്ളിൽ ഒട്ടിക്കുന്നത് ഓൾറെഡി ഒട്ടിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗ്ലാസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പണിയാണ്. കർട്ടനിലായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി പണിയാണ്. അതുകൊണ്ട് ആ ഗ്ലാസിൻ്റെ ഒരു നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിക്കണം. നല്ല പ്രസ് ചെയ്തിട്ട് ഒട്ടിക്കുക. അതായത് എഡ്ജെല്ലാം നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ ഒട്ടിക്കുക. ജസ്റ്റ് ചില സ്ഥലത്ത് അഥവാ ഒന്ന് അമർന്ന് നിന്നിട്ടില്ലെങ്കിൽ പെയിൻ്റ് ഉള്ളിലേക്ക് കൂടെ ഗ്ലാസ്സിലേക്കെല്ലാം പോയിട്ട് ആകെ പണിയാവും. അതുകൊണ്ട് എന്തായാലും നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. സൈഡ് ഗ്ലാസ്സാണ് ആദ്യം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. സൈഡ് ഒട്ടിച്ച് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ ക്യാബിൻ്റെ ആ ഒരു സെപ്പറേഷനിൽ വരുന്ന ആ ഒരു ചെറിയൊരു വിൻഡോയും അതുപോലെ തന്നെ ആ ഒരു ഡോറിൻ്റെ ഏരിയ ഉണ്ടല്ലോ, ക്യാബിന് നമ്മൾ പാസഞ്ചർ സീറ്റിലേക്ക് ഉള്ള സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു ഏരിയയിൽ വരുന്ന ഡോറില്ല, ക്യാബിൻ സെപ്പറേഷൻ പീസിൽ വരുന്ന ഡോറ്. അപ്പോൾ അതിനും ആ ഒരു വിൻഡോക്കും നമ്മൾ ഗ്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിന് പെയിൻ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയും കൂടി മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബേക്ക് ഗ്ലാസ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡ് ഗ്ലാസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പം ബേക്ക് ഗ്ലാസും കൂടി മാസ്കിംഗ് ടേപ്പ് വെച്ച് നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കുക. ബേക്ക് ഗ്ലാസ്സിന് ഓൾറെഡി പ്രൊട്ടക്റ്റീവ് ഫിലിം അങ്ങനെ തന്നെ ഉണ്ട്, നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട്
മാസ്ക് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അവർ ഫിലിം റിമൂവ് ചെയ്യുമ്പം പെയിൻറ്റ് ഗ്ലാസ്സിലൊന്നും ഉണ്ടാവില്ല. ആ ഫിലിമിൽ തന്നെ ആയിട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് അതങ്ങ് പോയിക്കോളും. പക്ഷേ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്തായാലും നമ്മളൊന്ന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കവർ ചെയ്യുന്നുണ്ട് മാസ്കിനൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഫുള്ളായിട്ട് മാസ്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവർ ക്യാബിൻ ചെയ്യാത്തതുകൊണ്ട് ഡ്രൈവർ ക്യാബിനൊന്നും പിന്നെ കവർ ചെയ്യുന്നില്ല. പെയിൻ്റ് ആയാലും നമുക്ക് പിന്നെ അത് ഇവിടുന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് അടിക്കാമല്ലോ. ഫ്രണ്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ സെറ്റൊക്കെ പോരാ. അതുകൊണ്ട് ഡ്രൈവർ ക്യാബിൻ ഫ്രണ്ടൊന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല. പിന്നെ ഒരു വിൻഡോ നമ്മൾ നേരത്തെ കാണിച്ച പോലെ വിൻഡോയും ഡോറും വരുന്ന ആ ഒരു ഏരിയ, ഗ്ലാസ് വരുന്ന ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് നമ്മളിത് ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് ലെവലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്ക് സൈഡും ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ ബേക്ക് വിൻഡോ കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഈ വീഡിയോ വരുന്ന പീസ് സെപ്പറേറ്റ് പെയിൻ്റ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ലൈറ്റിന് പെയിൻറ്റ് തട്ടാണ്ടിരിക്കാൻ വേണ്ടി മാസ്കിൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ലൈറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡൊക്കെ വരുമ്പോൾ വിൻഡോയും നല്ല വൃത്തിക്ക് കവർ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു ഏകദേശം ആയി പെയിൻ്റ് അടിക്കാൻ തോന്നുന്നു അല്ലേ. അപ്പം പെയിൻറ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്ന പെയിൻറ്റ് ഇതാണ് 40 എന്ന് പറഞ്ഞ വൈറ്റിൻ്റെ. ഇത് കമ്പനി ഏതാ, ഡോട്ടോ പ്ലസോ, ആ ഒരു കമ്പനിയാണ്. നമ്മൾ അധികം ഈ ഒരു പെയിൻറ്റ് തന്നെയാണ് അടിക്കൽ. കാരണം കടയിലെല്ലാം പോയി കഴിഞ്ഞ് ഷോപ്പിൽ നിന്നെല്ലാം ഈ ഒരു കമ്പനി തന്നെ കിട്ടൽ. നല്ലൊരു പെയിൻറ്റാണ്. എന്തായാലും അടിച്ച് നോക്കിയിട്ട് പറയാം. എന്തായാലും ഓൾറെഡി അടിച്ചതെല്ലാം ഓക്കെ ആണ്. ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ചേസ് വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് വെറുതെ ടയറൊന്നും കവർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പണി അധികമല്ലേ. അതുകൊണ്ട് നമ്മൾ ബോഡി മാത്രമായിട്ട് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുന്നു. ചേസ് മാറ്റി വെച്ചിട്ട്, ചേസ് എന്തായാലും ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ ടയറെല്ലാം കവർ ചെയ്യലും പണിയെല്ലാം അധികം പണിയായതുകൊണ്ട് നമ്മൾ എന്തായാലും ചേസ് മാറ്റിയിട്ട് ബോഡി മാത്രം എടുത്തിട്ട് വെച്ചിട്ട് നമുക്ക് എന്തായാലും പെയിൻ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പെയിൻ്റ് അടിക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ. എന്തായാലും ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ പ്രശ്ന കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഇനിയിപ്പോൾ ഒന്ന് ഉണങ്ങിയിട്ടാകുമ്പോൾ സെക്കൻഡ് കോട്ടും കൂടി അടിക്കാം. പെയിൻറ്റ് എന്തായാലും ആ ബോട്ടിൽ മൊത്തം ഇതിനടിക്കാൻ വേണ്ടി വാങ്ങിച്ചു തന്നെയാണ്. എന്തായാലും അതിനകത്ത് ഇനി ഒരു പകുതിയോളം ഉണ്ടാവും. അപ്പോൾ അത് തീരുന്നവരെന്തായാലും മൊത്തത്തിലൊന്ന് ഒരു കോട്ടും കൂടി അടിക്കാം. അതിന് ശേഷം നമുക്കിനി പിന്നെ ബ്ലാക്ക് വരുന്ന ഏരിയയിലുണ്ട്, വൈപ്പറിൻ്റെ ഏരിയ, അങ്ങനത്തെ ഏരിയയിലും ബ്ലാക്ക് വരുന്നല്ലോ, അതെല്ലാം അടിക്കാം.
ഇപ്പം എന്തായാലും കുഴപ്പമില്ല. മൊത്തത്തിൽ എല്ലാം നോക്കുമ്പോൾ പെർഫെക്റ്റ് തന്നെയാണ്. എല്ലാ ജോയിൻ്റൊന്നും അങ്ങനെ പെട്ടെന്ന് തിരിയുന്നൊന്നുമില്ല. ഓക്കെ, ഇതൊന്ന് ഉണങ്ങിയിട്ടാകുമ്പോൾ നമുക്ക് അടുത്ത കോട്ട് അടിക്കാം. നമ്മൾ 2 കോട്ട് അടിച്ചിട്ടുണ്ട്, 1 കോട്ടും കൂടി അടിച്ചു. 1 കോട്ട് അടിക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. അതിന് ശേഷം 1 കോട്ടും കൂടി അടിച്ചു. പിന്നെ പ്രത്യേകിച്ച് കാണിക്കാവുന്നില്ലല്ലോ, ഓൾറെഡി ആ കണ്ട മെത്തേഡിൽ തന്നെ അടിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ റിസൾട്ട് വരുന്നത്. പിന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാം. അതായത് ഈ ബ്ലാക്ക് കളറെല്ലാം വരുന്നില്ലേ, ഈ വൈപ്പറിൻ്റെ ഏരിയ, ഹെഡ്ലൈറ്റ്, അങ്ങനത്തെ ബ്ലാക്ക് കളർ വരുന്ന ഐറ്റമല്ല, അങ്ങനത്തെ സ്ഥലത്തെല്ലാം ബ്ലാക്ക് അടിക്കുന്ന വീഡിയോ പാർട്ട് 2 പോലെ അങ്ങോട്ട് ചെയ്യാൻ തോന്നുന്നു. കാരണം ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ലെങ്ത്തായി, പിന്നെ അധികം ലെങ്ത്തായ പിന്നെ നിങ്ങൾക്ക് കാണാനൊരു ബുദ്ധിമുട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, പാർട്ട് 2 ആയിട്ട്. ഇപ്പം ഇതാണ് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ, ഇതാണ്. പിന്നെ ബ്ലാക്ക് അടിക്കുന്നതും ക്ലിയർ കോട്ട് അടിക്കുന്നതും വീഡിയോ അടുത്ത പാർട്ട് 2 ആയിട്ട് കാണിക്കാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വിൻഡോ എല്ലാം റിമൂവ് ചെയ്യാം. അല്ല, വിൻഡോ അല്ല, മറ്റേ മാസ്കിങ് ടാപ്പെല്ലാം റിമൂവ് ചെയ്യാം. ആ പെയിൻറ്റിങ് മറ്റേ ബ്ലാക്കും ക്ലിയർ കോട്ടും കൂടി അടിച്ചതിന് ശേഷം അതെല്ലാം റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡെല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി പാർട്ട് 2 വീഡിയോയിൽ കാണാം, അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.